അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ കുട്ടികൾ അത് കടന്ന് ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് രാജയോഗ. വളരെ സൂക്ഷ്മമായിട്ടുള്ള നെഗറ്റീവ്സ് ആയാലും എല്ലാ കാര്യങ്ങളും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. കുഞ്ഞു വാവകൾക്ക് ഒരു ദൈവതുല്യരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചലനങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി. പട്ടിയും പൂച്ചയൊക്കെ നമ്മൾ പറയില്ലേ മരണം എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ ഈ കുട്ടികൾക്കും ഈ നെഗറ്റീവ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്ധ്യാസമയത്താണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഗണ്ഡാന്തദോഷം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഗണ്ഡാന്തദോഷം ശരിക്കും എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഈ ഗണ്ഡാന്തം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, അത് പ്രസവത്തോടനുബന്ധിച്ച് ഈ കൂടുതൽ അതങ്ങനെയാണ് കേൾക്കുന്നത്. കുട്ടികൾ ജനിക്കുമ്പോൾ അശ്വതി മകം മൂലം, പിന്നെ തൃക്കേട്ട ആയില്യം, തൃക്കേട്ട, രേവതി ഈ നാളുകളിൽ ജനിക്കുമ്പോൾ തന്നെ അമ്മമാർക്കും എല്ലാവർക്കും പൊതുവേ കേൾക്കുമ്പോൾ എന്താ നാള് എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ആദ്യപാദമാണ്, ആദ്യമാണ് കിട്ടിയത് എന്നൊക്കെ ചോദിക്കും. അപ്പം അയ്യോ അപ്പോൾ നോക്കിയായിരുന്നു അത് അരിഷ്ടമുള്ളതാണല്ലോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മളും പേടിക്കും, നാട്ടുകാർ പേടിപ്പിക്കുകയും ചെയ്യും നമ്മളെ. പക്ഷേ ഈ അശ്വതി മകം മൂലം എന്നൊക്കെ പറഞ്ഞ നാളുകളിൽ ഈ എല്ലാ ഗണ്ഡാന്തം എന്ന് പറഞ്ഞാൽ 60 നാഴികയുള്ള ഒരു 4 പാദമാണുള്ളത് ഒരു ഇതിൽ. അപ്പോൾ അതിൽ കാൽപാദത്തിൻ്റെ കാലിൻ്റെ കാല് എന്ന് പറയുമ്പോൾ 15ൻ്റെയും കാല്, അത് ഏകദേശം ഒരു അശ്വതിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഒരു മണിക്കൂറൊക്കെ കാണുള്ളൂ. അപ്പം അന്നേരം രേവതി തുടങ്ങിയ രേവതിയുടെ അവസാനവും അശ്വതിയുടെ ആദ്യവും അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ കാലിൻ്റെ കാല് വരുന്നത് ഏകദേശം 1 മണിക്കൂറൊക്കെ അത് ഉണ്ടാകുള്ളൂ. ആ 1 മണിക്കൂർ സമയത്താണെങ്കിൽ മാത്രമേ നമ്മൾ ഗണ്ഡാന്തം എന്ന് പറയുള്ളൂ. ഗണ്ഡാന്ത സമയം എന്നാണ് അതിന് പറയണത്. അപ്പോൾ അത് ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും കുറച്ച് കുഴപ്പമുണ്ട്. ആ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അരിഷ്ടതയുണ്ടാകും. അതുമൂലം ഇപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടായാലും ഒരു 12 വയസ്സ് വരെ അല്ലെങ്കിൽ 14 വയസ്സ് വരെ അച്ഛനും അമ്മയ്ക്കുമാണ് അതിൻ്റെ ദോഷം വരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അരിഷ്ടതയുണ്ടാകും, പലവിധ പ്രശ്നങ്ങളുണ്ടാകും. അത് കറക്റ്റാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അശ്വതിയിലോ അല്ലെങ്കിൽ മകത്തിലോ മൂലത്തിലോ ഒക്കെ ജനിക്കുന്ന കുട്ടികളെ എല്ലാവരും ഈ ഗണ്ഡാന്തക്കാരാണ്, ആദ്യപാദം വന്നു കഴിഞ്ഞാൽ ഉടനെ ഗണ്ഡാന്താണ് അങ്ങനെ പറയണ്ട. അപ്പോൾ ആദ്യപാദം ആണെങ്കിലും അതിൻ്റെ കാലിൻ്റെ കാല അതാണ് കഠിനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആ മണിക്കൂറൊക്കെ നോക്കണം. 1 മണിക്കൂർ സമയമൊക്കെ ഉള്ളൂ. ഇപ്പം ആയില്യം, തൃക്കേട്ട, രേവതി ആണെങ്കിൽ അവസാന പാദമാണ്. അപ്പം അതും ഇതുപോലെ തന്നെ അവസാന പാദത്തിൻ്റെ കാലിൻ്റെ കാല് അതും ഈ കുറച്ച് മണിക്കൂറേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും, എല്ലാ അശ്വതിക്കാർക്കും അങ്ങനെ ആവില്ല, എല്ലാ മകൻകാർക്കും അങ്ങനെ ആവില്ല, എല്ലാ ആയില്യക്കാർക്കും അങ്ങനെ ആവില്ല. അപ്പം അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ നാളുകളാണെങ്കിൽ അശ്വതി മകം മൂലം, അതുപോലെ ആയില്യം, തൃക്കേട്ട, രേവതി ഇങ്ങനെയുള്ള 3 നാളുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജനിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ആളുകളുടെ ഇടയിലുണ്ടാകുന്ന ഈ റൂമറൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഗ്രഹനില ഒന്ന് എടുപ്പിക്കുകയും ഇത് കറക്റ്റാണോ എന്നൊന്ന് നോക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഗണ്ഡാന്തം എന്ന് പറയുന്നത് ശരിക്കും പ്രസവത്തോടെ അല്ലെങ്കിൽ കുട്ടിക്ക് മാത്രം ഉണ്ടാകുന്ന സംഗതിയൊന്നും അല്ല. നമ്മളൊരു കല്യാണം കഴിക്കുന്ന സമയത്തായാലും ഒരു ചോറൂണ് നടത്തുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരവാസത്തിലാണെങ്കിലും എന്ത് നല്ല കർമ്മം ചെയ്യുമ്പോഴും ഗണ്ഡാന്ത സമയം അവോയ്ഡ് ചെയ്യണമെന്നാണ്. അത് വർജ്യമാണ്. അപ്പോൾ പക്ഷേ അതൊന്നും വലിയ കാര്യമായിട്ട് പറയല്ലേ. ഈ കുട്ടിയുടെ കാര്യം വരുമ്പോഴാണ് എല്ലാവരും ഇത് എടുത്തെടുത്ത് ഇങ്ങനെ പറയണത്. ആ ദോഷം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ വർജിക്കേണ്ട സമയമാണ് ഈ ഗണ്ഡാന്ത സമയം. ആ സമയത്തൊരു കുട്ടി ജനിച്ചാൽ തീർച്ചയായിട്ടും ഒരു പരിഹാരങ്ങളിലൂടെ നമുക്ക് എന്താണ് അത് എത്ര നേരമുണ്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഓരോ ഗ്രഹത്തിന് എന്നതാണെന്ന് വെച്ചാൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നേറി പോയാൽ ഒരു കുഴപ്പമില്ല ആ കുട്ടിക്ക്. പിന്നെ ഗണ്ഡാന്ത ദോഷത്തിൽ ജനിച്ച കുട്ടി അത് കഴിഞ്ഞ് ഓവർകം ചെയ്ത് വന്നാൽ ചിലപ്പോൾ തന്നെത്താനെയൊക്കെ രോഗങ്ങളായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഭയങ്കര രോഗങ്ങളായിട്ട് എപ്പോഴും ഈ ICUവിലൊക്കെ തന്നെ പുറത്ത് അമ്മ പോലും കാണാതെയൊക്കെ ചില കുട്ടികൾ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ കുട്ടികൾ അത് കടന്ന് ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് രാജയോഗ. അങ്ങനെ ഒരു സംഗതിയും കൂടി ഉണ്ട്. അപ്പോൾ ഗണ്ഡാന്തത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാഗ് വിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓവർകം ചെയ്ത് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ രാജാവാണ്. ആ കുടുംബത്തിൻ്റെ പേര് നിലനിർത്തുകയും ആ കുട്ടി ഒരു ലെവലാകുകയും ചെയ്യും. അതാണ് ഗണ്ഡാന്ത ദോഷം എന്ന് പറയുന്നത്. അതങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പൊതുവേ ഇന്നത്തെ കാലത്ത് ഈ ഒരു കുട്ടി ജനിക്കുമ്പോഴാണല്ലോ ഒരു അമ്മയും ജനിക്കുന്നത്. രണ്ടും ഒരേപോലെ ഉള്ളൊരു ജനനാണല്ലോ. അപ്പോൾ ന്യൂ ബോൺ ബേബിയോടൊപ്പം തന്നെ ന്യൂ ആയിട്ട് ഒരു അമ്മയും വന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, എല്ലാവരും മുത്തശ്ശിമാരും ഒന്നും അടുത്തില്ലാത്തത് കൊണ്ട് കുട്ടി ചുമ്മാ കരയും. ചിലപ്പോൾ ഒരു സന്ധ്യാസമയത്തൊക്കെ ആകുമ്പോൾ കുട്ടികൾ വളരെ ഒന്നും ഉണ്ടാവില്ല. ഡോക്ടറെയും കൊണ്ട് നമ്മളൊക്കെ ഈ ചെറിയ
കുട്ടികൾ ആദ്യമായിട്ട് പ്രസവിക്കുന്ന സമയത്തൊക്കെ അവർക്ക് പേടിയാവും, കുട്ടി എന്താ ഇങ്ങനെ കരയണേ, എന്തിനാണ് ഇങ്ങനെ കരയണേ എന്നൊക്കെ വിചാരിച്ച് ശ്വാസം കൂടാതെയൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എടുത്ത് പിടിച്ച് ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പീഡിയാട്രിഷ്യൻ്റെ അടുക്ക കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഈ പിള്ളേരാകുമ്പോൾ നന്നായി പേടിക്കും. ഈശ്വര, ഈ കുട്ടിക്ക് ഇനി എന്തായിരിക്കും, അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും അസുഖമാണോ, എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ്, അങ്ങനെയൊന്നുമില്ല. ഇത് ശരിക്കും കാർന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള നെഗറ്റീവ്സ് ആയാലും എല്ലാ കാര്യങ്ങളും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ കുഞ്ഞു വാവകൾക്ക് അവർ ദൈവതുല്യരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചലനങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി. പട്ടിയും പൂച്ചയൊക്കെ നമ്മൾ പറയില്ലേ, മരണം എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ ഈ കുട്ടികൾക്കും ഈ നെഗറ്റീവ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്ധ്യാസമയത്താണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുട്ടികളെ ഒറ്റയ്ക്ക് കിടത്തി പോകരുത്. പിന്നെ നമ്മൾ ആ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഈ ചരട് ജപിച്ചു, ഭസ്മം, അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. ഭസ്മം, നമശിവായ ചൊല്ലി അതൊരു അടുത്തുള്ള ഒരു തിരുമേനി, ഒരു അമ്പലത്തിലെ തിരുമേനിയെ കണ്ടിട്ട് ഒന്ന് ഒരു ചരട് ജപിച്ച് തരണം, കുട്ടി ഇങ്ങനെ നന്നായി കരയുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി തരും. അപ്പോൾ അത് നമ്മൾ അതുപോലെ ഭസ്മം ജപിച്ച് ആ സന്ധ്യാസമയത്തൊന്ന് ഒരു കുറി വരപ്പിക്കുക. അപ്പോൾ കുട്ടിക്ക് അത് മതി. അതൊക്കെ അതിൽ നമ്മൾ പറയാം അതൊക്കെ എന്താ അന്ധവിശ്വാസം, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് കരയുന്നു, അതിനൊരു രോഗവുമില്ല എന്ന് പറയുന്നു. സന്ധ്യാസമയത്ത് നമുക്കറിയാം നെഗറ്റീവ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഒരു ഭസ്മം തൊട്ടതിലുകൊണ്ട് എന്താ ഉള്ളത്, ആ കുട്ടിയുടെ കരച്ചിൽ നിൽക്കുമെങ്കിൽ നമുക്ക് ആശ്വാസമല്ലേ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ. അത് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ചെറിയ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് പേടി വരും. അങ്ങനെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണിത്. കാരണം അവരങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സിലൂടെ അവർക്ക് ഈ അമ്മ എന്നുള്ള ആ പദം വളരെ സന്തോഷത്തെ ആസ്വദിച്ച അമ്മയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ എപ്പോഴും ആശങ്കകളായിരിക്കും. കുട്ടി കരഞ്ഞ ആശങ്ക, കുട്ടി കരഞ്ഞില്ലെങ്കിൽ ആശങ്ക, കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേന്നുള്ള ആശങ്ക. ഇതൊക്കെ ശരിക്കും പ്രകൃതിയുമായിട്ട് ഇണങ്ങി നമ്മൾ കുറച്ച് വലുതായി വരുമ്പോഴാണ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഡിറ്റാച്ചായി വരുന്നത്. കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പൊടിയല്ലേ, അതിനൊക്കെ പ്രകൃതിയുമായിട്ട് ചേർന്നിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ ചലനങ്ങളൊക്കെ കുട്ടികൾ ഡിസ്റ്റർബൻസിനാണ്. പിന്നെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, പണ്ട് പക്ഷിപീഡ എന്ന് പറയുമായിരുന്നു കുട്ടികൾക്ക്. ആ പക്ഷിപീഡ എന്ന് പറയുന്നത് ഈ പുള്ളും ഇതുമൊക്കെ മൂമനും ഒക്കെ കരയുന്ന സമയത്ത് കുട്ടികൾ പേടിക്കും. അപ്പോൾ ആ പേടി കൊണ്ട് കരയും. അപ്പോൾ അസുഖങ്ങൾ, ഞരമ്പാണ് കുടയണത്, കുഞ്ഞിന് ഞരമ്പുകളല്ലേ. അപ്പോൾ അതൊക്കെ പിന്നീട് രോഗാവസ്ഥയിലേക്കൊക്കെ പോകാനും മാനസികമായിട്ട് സൈക്കിക് പ്രോബ്ലംസിനൊക്കെ ഈ ചെറിയ സംഭവം പോലും ബാധകമാകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടി കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ, പണ്ടൊക്കെ പക്ഷിപീഡ എന്ന് പറഞ്ഞാൽ പക്ഷികൾ മാത്രമേ ഒച്ച ഉണ്ടാക്കിയിരുന്നുള്ളൂ. ഇപ്പം അതല്ല. ഇപ്പോൾ പക്ഷിപീഡയ്ക്ക് വരെ നമ്മൾ സെല്ല് വീട് എന്ന് പറയേണ്ടി വരും. ടെലിഫോൺ, നമ്മുടെ സെല്ലുകൾ ഈ എന്താ പറയുക, നമ്മൾ കുട്ടി ഉറങ്ങണടുത്ത് സന്ധ്യക്ക് ഈ വലിയ ലൗഡായിട്ട് സെൽഫോൺ വയ്ക്കരുത്. അതുപോലെ TV നല്ല ഭയങ്കരമായിട്ട്, നമുക്കറിയാതെ TV ആണെന്ന് കുട്ടിക്കൊന്നും അറിയില്ല. അപ്പോൾ കുട്ടി നന്നായിട്ട് മയങ്ങി കിടക്കുന്ന സമയത്ത് ഇതുപോലുള്ള സൗണ്ടുകൾ വളരെ ഡീപ്പായിട്ട് കേൾക്കുമ്പോൾ കുട്ടി ഞെട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ യുഗത്തിൽ പക്ഷിക്ക് വരെ നമുക്ക് അതും പറയാം. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ അതൊരു അഡ്വൈസ് പോലെ നമുക്ക് പുരാതനമായൊരു അറിവാണ്. അതിപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയിട്ട് ഉപയോഗമുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണത് കൂടുതലായിട്ട് ഞാൻ എടുത്തു പറഞ്ഞത്. താങ്ക് യു. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.